നന്നാച്ച് അങ്ങനെ ഇതാ ഇന്ന് നമ്മൾ കുട്ടാറിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഡയറക്റ്റ് ചെന്നൈയിലോട്ട് പോവുക. അയാൾ തിരിച്ചിങ്ങോട്ടേക്ക് വരില്ല. ഇപ്പം തന്നെ ഇതാ ഒരു മാസം ആവാറായി, വിഷുവിന് വന്നതാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ്. വീട്ടിന് മുമ്പ് തന്നെ ബസ് വരും. അപ്പോൾ ഞാനും അത് ഒറ്റക്കാണ് പോകുന്നത്. കണ്ണൂർ പോയി കണ്ണൂരിൽ നിന്ന് അവിടുന്ന് കായലോടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പോകാൻ നിൽക്കുന്നതിന് മുന്നേ അമ്മേനോട് പൈസയൊക്കെ കൊടുത്തിട്ട് കളിയാണ് അതോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അച്ഛൻ ജോലിക്ക് പോയി. അപ്പോൾ ഇതാ നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അതും ഒരേ കളിയായിരുന്നു. വന്ന ടൈമിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ആരുടെ അടുത്തും പോകില്ല, ഭയങ്കര ഷൈ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, അവൻ കുറച്ചും കൂടി വലുതായല്ലോ. അപ്പോൾ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി, എല്ലാവരുടെയും കളിക്കാൻ തുടങ്ങി, എല്ലാവരുടെ അടുത്തും പോവും, എല്ലാവരെയും വിളിക്കും, അച്ചച്ച അമ്മമ്മ എല്ലാം വിളിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവന് ഭയങ്കര കളിയായിരുന്നു വീട്ടിൽ നിന്നൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കുന്നതൊക്കെ റെയറാണ്. ഫുൾ ടൈം ഞാൻ തന്നെ എടുത്ത് നടക്കണം. ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം പിടിക്കാണ്ട് തന്നെ നടക്കും. അതും ഇവിടെ വന്നതിന് ശേഷമാണ്. ചെന്നൈയിൽ നിന്ന് നടന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഫുള്ളിപ്പം നല്ല രീതിയിൽ അവൻ നടക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്താലും ഇപ്പോൾ ഉള്ളൊരു ഇപ്പോൾ ചെയ്യുന്നതാണ് കൈ കൊട്ടുക. എന്താവൻ ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാപ്പ് ചെയ്യും, എല്ലാവരും നോക്കിയിട്ട് എല്ലാവരോടും ക്ലാപ്പ് ചെയ്യാൻ പറയും അങ്ങനെ. അപ്പോൾ നല്ല കളിയായിരുന്നു. ഉണ്ണി വന്നിട്ടില്ല, എല്ലാവരും വീട്ടിലുണ്ട്. പൊന്നു വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ മൂത്തച്ഛൻ ടി വി കാണാൻ എപ്പോഴും വരും. അപ്പം എല്ലാവരും കൂടി ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈയിലോട്ട് തിരിച്ച് പോകും. ഇവിടുന്ന് ഡയറക്റ്റ് പോവുക. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അമ്മു എനിക്കൊരു മണി ബോക്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നില്ലേ, ഇത് പൊന്നുവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിനുള്ളിലേക്കൊരു പേന പോയി. അതെടുക്കാനുള്ള പരിശ്രമത്തിലാണ് പൊന്നു. അത് കഴിഞ്ഞ് ഉണ്ണി വന്നു. ഇതെല്ലാവരും കൂടെ ശ്രമിച്ചിട്ട് അത് തിരിച്ചെടുത്തു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ണി വന്നപ്പം അതിന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ ഡയറി മിൽക്കൊക്കെ കാണിച്ചു. പക്ഷേ ചോക്ലേറ്റൊന്നും അവന് കൊടുക്കാറില്ല. എന്നാൽ അതൊക്കെ കാണിച്ചിട്ട് കുറച്ച് കരച്ചിൽ മാറ്റാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഇതാ നമ്മൾ ചോക്ലേറ്റൊക്കെ കഴിച്ചു. കുറച്ച് നേരം കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. ബൈ.